ചേലക്കര LDFിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ്. അവിടെ ഇത്തവണ ഒരു അട്ടിമറി സാധ്യമാകുമോ എന്ന് വലിയ തോതിലുള്ള പ്രവർത്തനത്തിലൂടെ ശ്രമിച്ചു UDF. പക്ഷേ 12,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ UR പ്രദീപ് വീണ്ടും ഒരിക്കൽ കൂടി അവിടെ നിന്ന് MLA ആവുന്നത് കണ്ടു. 2016 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകളോടുകൂടിയാണ് അദ്ദേഹം ഇത്തവണ MLA ആവുന്നത്. അതേസമയം കഴിഞ്ഞ തവണ 2021 ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ ഉണ്ടായ 39,000 വോട്ടിലേക്ക് എത്താൻ CPM-നോട്ട് കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അസംബ്ലി സ്പ്ലിറ്റ് എടുത്ത് നോക്കിയാൽ അതിനേക്കാൾ 2 ഇരട്ടിയിലധികം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേലക്കരയെ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം എന്ന സംഗതിയേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ CPIM അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാൻ CPIM ശ്രമിക്കുന്നുണ്ട്. അവർ പറയുന്നത് ചേലക്കരയിൽ ഞങ്ങൾ വിജയിച്ചു, പാലക്കാട് ഞങ്ങൾക്ക് വോട്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ചേലക്കരയുടെ തെരഞ്ഞെടുപ്പ് ഫലവും ഭരണവിരുദ്ധ വികാരം എന്ന ആശയവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നു. ഇനി ദിവസം എന്നാണ് തോന്നുന്നത്. ചേലക്കരയുള്ള റിസൾട്ട് CPM-നെ സംബന്ധിച്ച് ഒരു 3ാം പിണറായി വിജയൻ സർക്കാരിനുള്ള സൂചനയാണെന്ന് പോലും അഭിപ്രായപ്പെടുന്ന ആൾക്കാരെ ഇപ്പോൾ കാണുന്നുണ്ട്. എന്താണ് അതിൽ നിന്ന് തോന്നുന്നത്? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ദിശാമാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു വ്യാഖ്യാനം വരണമെങ്കിൽ, ആ നിലയ്ക്കുള്ളൊരു വിശകലനം വരണമെങ്കിൽ ചേലക്കര UDF ജയിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ വോട്ടിന് LDF ജയിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകണമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം നിഷാദ് പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെജോറിറ്റി, 12,000 വോട്ടിൻ്റെ മെജോറിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ ചേലക്കരയുടെ റിസൾട്ട് മുഴുവൻ വരുന്നതിന് മുമ്പ് തന്നെ ആദ്യം ബൈറ്റ് വരുന്നത് മുഹമ്മദ് റിയാസിൻ്റെയാണ്. റിയാസ് പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു നിഷാദ്? സഖാവ് പിണറായി വിജയനിലുള്ള കേരളത്തിൻ്റെ വിശ്വാസം അത് ആവർത്തിച്ചുറപ്പിക്കുന്ന റിസൾട്ടാണെന്നാണ്. അപ്പോൾ ആ നിലക്ക് അതിനെ വ്യാഖ്യാനിക്കുവാൻ CPM ശ്രമിക്കും. കാരണം ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല എന്നവർക്ക് സ്ഥാപിക്കാൻ പറ്റിയ ഒരു റിസൾട്ടാണ്. അങ്ങനത്തെ ഒരു ഡിജിറ്റ് വേണം. പക്ഷെ അങ്ങനെ സ്ഥാപിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരമൊന്നും ഇല്ല എന്ന നിലക്കാണ് CPM കാണുന്നതെങ്കിൽ അത് UDF-നായിരിക്കും ഗുണകരമാകുക. കാരണം ചേലക്കര എന്ന് പറയുന്നത് CPM-ൻ്റെ ഒരു പൊന്നാപുരം കോട്ടയായിട്ട് നിൽക്കുന്ന വർഷങ്ങളെ, ദശാബ്ദങ്ങളായി അവരുടെ കയ്യിലുള്ള മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ്റെ 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതിപ്പോൾ 12,000 ഇപ്പോൾ ലഭിച്ചുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ സെഗ്മെൻറ്റിൽ ഭൂരിപക്ഷം 5,000 അതിനേക്കാൾ കൂടി എന്നൊരു വ്യാഖ്യാനമാണ് CPM കൊണ്ടുവരുന്നത്. പക്ഷേ അത് രണ്ട് പാറ്റേണാണ്. 39,000 12,000 വോട്ടിലേക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത LDF മനസ്സിലാക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയ ആരോഗ്യത്തിന് നല്ലത്. അത് ജനങ്ങൾ നൽകിയിട്ടുള്ളൊരു സന്ദേശമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു രീതി നമുക്കറിയാം. കോൺഗ്രസ് ഒരു മണ്ഡലത്തിൽ തുടർച്ചയായി 2 തവണ അല്ലെങ്കിൽ 3 തവണ തുടർച്ചയായി പരാജയപ്പെട്ടാൽ ആ മണ്ഡലം പിന്നെ തിരിഞ്ഞു നോക്കില്ല. അത് അങ്ങനെ ഇട്ടേക്കും. അങ്ങനെ ചേലക്കരയിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് 60% ബൂത്തുകളിലെ ബൂത്ത് കമ്മിറ്റികൾ പോലും ഉണ്ടായിരുന്നു എന്നുള്ള പറയുന്നത്. 40% സ്ഥലങ്ങളിൽ ബൂത്ത് കമ്മിറ്റികൾ തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ എല്ലാ സ്ഥലവും 100% ആക്കി ബൂത്ത് കമ്മിറ്റികളുണ്ടാക്കി. BD സതീശൻ സാധാരണ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. പുള്ളി അവിടെ വന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന സംഘടനാ സംവിധാനങ്ങൾ ഭദ്രമാക്കാൻ ശ്രമിച്ചു. ഒരു ഫൈറ്റ് നിശ്ചയമായിട്ടും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗുണമാണ് 39,000 നിന്ന് 12,000 വന്നത്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സംഘടനാ സംവിധാനമാണ്. കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്ത അസൂയാർഹമായിട്ടുള്ള സംഘടനാ സംവിധാനം അവർക്ക് കേരളത്തിൽ മൊത്തത്തിലുണ്ട്. ചേലക്കര പോലെയുള്ള പ്രദേശങ്ങളിൽ സവിശേഷമായുണ്ട്. പിന്നെ അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഈ പ്രദീപ് എന്ന് പറയുന്നത് CPM നിർത്താവുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റാണ്. അവിടെ തന്നെയുള്ള കെ രാധാകൃഷ്ണൻ അങ്ങേയറ്റം സ്വീകാര്യനായ, മണ്ഡലത്തിൽ ജനങ്ങളേറെ സ്നേഹിക്കപ്പെടുന്ന ഒരാളാണ്. അപ്പം പ്രദീപിൻ്റെ സ്ഥാനാർത്ഥിത്വം, രാധാകൃഷ്ണൻ്റെ സാന്നിധ്യം, ചേലക്കരയിലെ ഗംഭീരമായുള്ള സംഘടനാ സംവിധാനം, അതെല്ലാം വെച്ച് CPM അതിൻ്റെ പരമാവധിയിൽ പ്രവർത്തിച്ചു. അതിൻ്റെ റിസൾട്ട് അവരുണ്ടാക്കി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസിനകത്ത് രമ്യാവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. അത് തിരിച്ചറിയാതെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് കോൺഗ്രസ് പാളിയത്. സൂചന തരുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും അത് നമുക്ക് എന്തുകൊണ്ട് എൻകാഷ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് എന്ന്. അതെ. അപ്പോൾ ഭരണവിരുദ്ധ വികാരമല്ല, രമ്യാവിരുദ്ധ വികാരമാണ് അവിടെ ഉണ്ടായത്. ആലത്തൂർ, ഇപ്പോൾ കേരളത്തിൽ മൊത്തം UDF തരംഗം ഉണ്ടാകുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ആലത്തൂരിൽ എന്തുകൊണ്ടാണ് രമ്യ തോറ്റത്? കോൺഗ്രസ്സുകാരാണ് അവരെ പരാജയപ്പെടുന്നത്. നമ്മളോട് തന്നെ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട്. കാരണം അവർ MP ആയിരിക്കുന്ന 5 വർഷം നോക്കൂ, അവരുടെ ആദ്യത്തെ ടെനുവറായിരുന്നു ഒരു MP എന്നുള്ള നിലക്ക്. അതിനെ
ശരിയാം വിധം ഉപയോഗപ്പെടുത്തുന്നില്ല. അതെന്താണ്? അത് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ, ജനങ്ങൾ നന്ന ചുരുങ്ങിയത് പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള ബന്ധമെങ്കിലും നന്നാക്കിയെടുക്കുന്നതിലോ അതിനെ വികസിപ്പിക്കുന്നവർ ശ്രദ്ധിച്ചതേ ഇല്ല. അവർ പാട്ടുപാടി അവരുടേതായ വേറെ കാര്യങ്ങളായിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കകത്ത് അവർ പൂർണ്ണമായി സ്വീകരിക്കപ്പെട്ട ഒരാളല്ല. അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളൊരു പഴം. രണ്ടാമത്തത്, കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ LDF സർക്കാർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, RSS ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള പിണറായി വിജയൻ്റെ മലപ്പുറം വിരുദ്ധ പരാമർശം, ഇങ്ങനെയുള്ള പല ഘടകങ്ങളാൽ ഈ CPM-ഉം മുസ്ലിം കമ്മ്യൂണിറ്റി തമ്മിലുണ്ടായിട്ടുള്ളൊരു വലിയ അകൽച്ചയുണ്ട്. അതിനെ വോട്ടാക്കി മാറ്റാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയുമായിരുന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്വേഷ പ്രചാരണത്തിൻ്റെ പ്രവാചകനായിട്ടുള്ള ആളുമായിട്ട് അടുത്ത സൗഹൃദം പുലർത്തുന്ന ആളാണ് ഈ സ്ഥാനാർത്ഥി എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അത് ഈ പറയുന്ന വോട്ടർ ആ സെഗ്മെൻറ്റിലേക്ക് പരമാവധി പ്രചരിപ്പിക്കാൻ CPM ശ്രമിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിദ്വേഷ പ്രചാരകരുമായിട്ടുള്ള ഏതെങ്കിലും നിലക്കുള്ള അടുപ്പവും സൗഹൃദവും കൊണ്ട് നിങ്ങളുടെ ഈ മൊഹബത്ത് കി ദൂക്കാൻ രാഷ്ട്രീയം അത് കൊണ്ടു നടക്കുന്ന കോൺഗ്രസ്സുകാർ ഇവരുമായിട്ടുള്ള സൗഹൃദം കൂടെ വെച്ച് പുലർത്തുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളണം എന്ന സന്ദേശമാണ്. എറണാകുളത്ത് ഒരു DCC പ്രസിഡൻ്റ് ഉണ്ടല്ലോ, ഷിയാസ്. ആർക്കാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കേരളത്തിലെ റേഡിയോ റുവാണ്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു യൂട്യൂബ് ചാനലിന് നേതൃത്വം കൊടുക്കുന്ന ആളെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഒരു DCC പ്രസിഡൻ്റാണ്. ഷിയാസിനെ എവിടെയാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് കേരളത്തിലെ ഈ രാഷ്ട്രീയം, മനുഷ്യർ പുലർത്തുന്ന ഈ രാഷ്ട്രീയ ബോധമുണ്ടല്ലോ, അതിനെ മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. നന്ന ചുരുങ്ങിയത് അവരതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതും പ്രധാനമാണ്. ഒന്ന്, കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സ് വായിക്കുന്നതിൽ, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള സാമൂഹ്യ വിഭാഗങ്ങളുടെ മനസ്സ് വായിക്കുന്നതിൽ, ഇത് രണ്ടിലും കോൺഗ്രസ് പരാജയപ്പെട്ടു. അതിൻ്റെ തിരിച്ചടി കൂടെ അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ടും ഈ 38,000 12,000 എത്തിയിട്ടുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് താത്വികമായി സമർത്ഥിക്കാൻ CPM-ന് സാധിക്കും. കാരണം 12 അവർ എടുക്കുന്ന കണക്ക് കഴിഞ്ഞാൽ ലോക്സഭയുള്ളതാണ്, 5,000 12,000 ആയി എന്നുള്ളതാണ്. അങ്ങനെ പത്രക്കാർ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ പറ്റും. പക്ഷേ അതൊരു ഒരു സമീപനമായി സ്വീകരിച്ചിട്ടാണ് CPM മുന്നോട്ട് പോകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് തിരിച്ചടി ഇനിയും ഉണ്ടാവും. ഈ ചേലക്കരയിലെയും പാലക്കാട്ടെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തമ്മിൽ ചില സമാന്തരങ്ങളുണ്ട്. സമാന്തരങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരേപോലെയുള്ള വരകൾ. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ചേലക്കര മണ്ഡലത്തെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകമായ സവിശേഷതകളില്ലാത്തൊരു മണ്ഡലമാണ്. ഗ്രാമപ്രദേശമാണ്. പരമ്പരാഗതമായി കാൽ നൂറ്റാണ്ടായിട്ട് CPM ജയിച്ചു വരുന്നൊരു മണ്ഡലമാണ്. ഒരല്പം പിന്നോക്കം നിൽക്കുന്ന മണ്ഡലം കൂടിയാണ്. അധികം വികസനമൊന്നും ഇല്ലാത്ത മണ്ഡലമാണ്. അപ്പോൾ അത്തരം മണ്ഡലത്തിൽ തുടർച്ചയായി വൻ ഭൂരിപക്ഷത്തിൽ CPM ജയിച്ചു വരുന്നു. ഇപ്പോൾ UR പ്രദീപ് 2016 മത്സരിക്കുമ്പോൾ ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 39,000 കണക്ക് പറയുന്നത് ശരിയല്ല. കാരണം അത് കെ രാധാകൃഷ്ണൻ വോട്ടാണ്. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കിട്ടുന്ന ഭൂരിപക്ഷമാണ്. UR പ്രദീപ് തൻ്റെ നില അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ ചേലക്കരയിലെ യഥാർത്ഥത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചർച്ച എന്തായിരുന്നു അത് നമ്മൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ പാലക്കാട് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. പെട്ടി ഉണ്ടായിരുന്നു, കുട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് വിഷയങ്ങളായിരുന്നു. ചേലക്കരയിൽ ആക്ച്വലി ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. അവിടെ ചേലക്കരയിൽ അവിടെയായിരുന്നു UDF-ന് വളരെ അനുകൂലമായൊരു സ്ഥിതി. അവിടെ ഒരു വിഷയമില്ല എന്നുള്ളതും ഫ്രഷായിട്ട് അവർക്ക് പണിയെടുക്കാമെന്നുള്ളതും അവർ ബൂത്ത് കമ്മിറ്റികളുണ്ടാക്കി സർക്കാർ വിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാം, അതായിരുന്നില്ല അവരുടെ ഒരു ചർച്ച. പക്ഷെ അതിവിദഗ്ധമായി ചേലക്കരയുമായി ഒരു ബന്ധവുമില്ലാത്ത ചില വിഷയങ്ങൾ കൊണ്ട് CPM അതിനെ മറികടന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെ സമർത്ഥമായി, ഭരണവിരുദ്ധ വികാരത്താൽ ഉണ്ടാകുന്ന തിരിച്ചടികളെ എങ്ങനെ സമർത്ഥമായി രാഷ്ട്രീയമായി പ്രതിരോധിക്കാം എന്നുള്ളതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ് ചേലക്കര. കൊടകര വിഷയം എടുത്തിട്ടു മറ്റ് ചർച്ചകളിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഭരണവിരുദ്ധ വികാരം ചർച്ചയാവാതെ മറ്റ് ചില വിഷയങ്ങളിൽ ചേലക്കരയെ തളച്ചിടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നം, ഇപ്പോൾ PV അൻവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു ചേലക്കരയിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. PV അൻവർ എന്താ ചെയ്തത്? PV അൻവർ ചെയ്യുന്നത് വിദ്വേഷ പ്രചാരകനായ യൂട്യൂബറെ സംരക്ഷിക്കുന്ന സർക്കാരിനെതിരെ തിരിച്ചടി കൊടുക്കുക. ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നിട്ട് ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? അതൊരു പ്രശ്നമല്ല, അതൊരു വലിയ പാരഡോക്സ് ആണല്ലോ. അതായത് RSS CPM ഡീലുണ്ട്, പോലീസുകാരൊക്കെ RSSകാരാണ്, യൂട്യൂബർമാർ വിദ്വേഷ പ്രചാരകരെ സർക്കാർ സംരക്ഷിക്കുന്നു, എന്നിട്ട് ആർക്ക് വോട്ട് ചെയ്യണം? രമ്യയെ പിൻവലിക്കണം എന്നൊക്കെ അൻവർ പറഞ്ഞു നോക്കിയായിരുന്നു. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ഈ പ്രശ്നം അവിടെ ഉണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ട് ചേലക്കരയിൽ നടന്നിട്ടുണ്ട്. നോക്കുക, BJP-യുടെ വോട്ട് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് അവിടെ. അത് വർഗീയ പ്രചാരണം കൊണ്ട് കിട്ടുന്ന വോട്ടല്ല, ഭരണവിരുദ്ധ വികാരം അവർ എൻകാഷ് ചെയ്യുന്നതാണ്.
അവരും ബി ജെ പിക്കാരും മണ്ണിലിറങ്ങി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അവർ ഈ പറയുന്ന ദളിത് കോളനികൾ, ആദിവാസി ട്രൈബൽ കോളനികൾ, ഇവിടെയെല്ലാം പോയി അവിടുത്തെ പ്രശ്നങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ചേലക്കര മണ്ഡലത്തിലെ വ്യത്യസ്ത ഇടങ്ങളെ UDFും BJPയും എന്ത് ചെയ്തിട്ടുണ്ട്, പരമാവധി മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ CPM എന്ത് ചെയ്തു, വളരെ സമർത്ഥമായി അത്തരം ചർച്ചകളിൽ നിന്ന് തന്നെ വഴിതിരിച്ചു വിടുകയും അവർ തടി കൈച്ചിലാക്കുകയാണ് ചെയ്തത്, അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ഇലക്ഷൻ അജണ്ട സെറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഒരു മണ്ഡലത്തിലുണ്ട്, കുറച്ച് നേരത്തെ മുമ്പേ തന്നെ തയ്യാറെടുത്ത് ഒരു പ്രതിപക്ഷ കക്ഷി പണിയെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ ആ വിഷയത്തെ ആ മണ്ഡലത്തിൽ കത്തിച്ചു നിർത്തേണ്ടതെന്ന് കോൺഗ്രസ് ചേലക്കരയിൽ നിന്ന് പഠിക്കണം. കാരണം അവർക്ക് ഒരു പാഠമാണത്. രണ്ടാമത്തെ പാഠം ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയാണ്. അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പം ഈ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ ആ മണ്ഡലത്തിൽ ഒരു വട്ടോ രണ്ടു വട്ടോ തോറ്റ ഒരാളെ കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ലോ, കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ളൊരു മുഖം വെച്ചുകൊണ്ട് അവർക്കത് ശ്രമിക്കാമായിരുന്നു. കോൺഗ്രസിന് രണ്ടാമത് പറ്റിയ പാളിച്ച ഈ സ്ഥാനാർത്ഥി നിർണയത്തിലാണ്. മൂന്നാമത്തെ കാര്യം ഈ വർഗീയ പ്രചാരണമാണ്. ഈ വർഗീയ പ്രചാരണം അവിടെയും ഏശിയിട്ടില്ലല്ലോ. വർഗീയ പ്രചാരണം ചേലക്കരയിൽ ഏശിയിട്ടില്ല. അവിടെ ചേലക്കരയിൽ BJPക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വർഗീയത പറഞ്ഞിട്ടല്ല, പകരം ചേലക്കരയുടെ പിന്നോക്കാവസ്ഥ പറഞ്ഞുകൊണ്ടും UDF LDF ഡീൽ അവർ തമ്മിൽ ഒത്തു കളിക്കുകയാണെന്നുള്ള പ്രചാരണം വഴിയാണ് അവിടെ അവർ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരമല്ല എന്നെങ്ങാനും CPMോ LDFോ വിലയിരുത്തി കഴിഞ്ഞാൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികൾ അവർക്ക് നേരിടേണ്ടി വരും. അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം ജയിക്കാൻ ആവശ്യമായ വോട്ടാക്കി മാറ്റാൻ UDFന് കഴിഞ്ഞില്ല. അതിലൊരു ഷെയർ BJPക്കും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അൻവറും കുറച്ചോ, പക്ഷേ BJPക്ക് ഗണ്യമായ വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. അവർക്ക് 20% എബോ 20% എന്ന് പറഞ്ഞ ത്രഷോൾഡാണ് ചേലക്കരയിൽ BJPയെ സംബന്ധിച്ച്. അവിടെ 10%, 15% അപ്പുറം അവിടെ പോയിട്ടില്ല. 20% അവിടെ അവരെ കടന്നിട്ടുണ്ടെങ്കിൽ BJP അവിടെ ഗണ്യമായ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വർഗീയത പറഞ്ഞിട്ടില്ല എന്നുകൂടി ആലോചിക്കുക. കാരണം അവിടെ മുനമ്പമോ അല്ലെങ്കിൽ വഖഫ് വിഷയോ ചേലക്കരയിൽ അധികം ഓടില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അവരത് വർക്ക് ചെയ്ത് പാലക്കാടാണ്. കാരണം പാലക്കാട് കാണിച്ചു കൊടുക്കാൻ കുറേ ആൾക്കാരുണ്ട്, ചേലക്കരയിൽ അത്രയും ആളുകളില്ല കാണിച്ചു കൊടുക്കാൻ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആരാണ് യഥാർത്ഥത്തിൽ മുഖ്യ രാഷ്ട്രീയ ശത്രു എന്ന് തിരിച്ചറിയുന്നതോട് കൂടി ഒരു പ്രശ്നമുണ്ട്. അതായത് BJPയാണോ എതിർക്കേണ്ടത്, അതല്ല കോൺഗ്രസിനെയാണോ? ഇപ്പോൾ CPMനെയാണോ എതിർക്കേണ്ടത്? ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഈ ഷിയാസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എന്ത് വില കൊടുത്തും വിദ്വേഷ പ്രചാരകർ സംരക്ഷിക്കുന്നു പറഞ്ഞത്. ഞാൻ സംരക്ഷണം ഒരുക്കുന്നു. ഈ വിദ്വേഷ ചാനലുകളുടെ ഉപഭോക്താക്കളിൽ ഒരു വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുണ്ടെന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കണം. അതിൻ്റെ ഫോളോവേഴ്സിൽ, അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ. അതിൻ്റെ കാരണം എന്താണ്? അവരൊക്കെ മാർക്സിസ്റ്റ് വിരുദ്ധ കണ്ടന്റിന് വേണ്ടിയാണ് അവർ വരുന്നത്. CPM വിരുദ്ധ കണ്ടന്റിനും മാർക്സിസ്റ്റ് വിരുദ്ധ കണ്ടന്റിനും വേണ്ടി ഈ വിദ്വേഷ പ്രചാരകരുടെ യൂട്യൂബ് നിരന്തരം ഭക്ഷിക്കുന്ന ധാരാളം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമുണ്ട്. അത് രമ്യ ഹരിദാസും ഷിയാസും മാത്രമല്ല, അതിൽ ഒരുപാട് പേര് വേറെയുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്? മാർക്സിസ്റ്റ് വിരുദ്ധ കണ്ടന്റിന് വേണ്ടിയാണ് അവിടെ ചെല്ലുന്നത്. അത് വളരെ നന്നായിട്ട് മറ്റേത് CPM വിരുദ്ധരേക്കാൾ നന്നായിട്ട് ഈ വിദ്വേഷ പ്രചാരകർ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനവർ അഡിക്റ്റാണ്. ഇത് ദിവസവും കണ്ടിരിക്കുന്ന, തലയാട്ടി സംസാരിക്കുന്ന പിണറായി വിജയനെ ചീത്ത വിളിക്കുക, CPMനെ ചീത്ത വിളിക്കുക, തലയാട്ടി ഇരുന്ന് പറയുന്ന ആൾക്കാരെ കാണുന്ന മരുമകൻ ഭരണം. അപ്പോൾ ഈ കോൺഗ്രസിലെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ പ്രവർത്തകരാകട്ടെ നേതാക്കളാകട്ടെ വോട്ട് ബാങ്ക് ആവട്ടെ, അതിലൊരു നല്ല വിഭാഗം വലതുപക്ഷവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കോൺഗ്രസ് തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പ്രധാന ശത്രു ആരാണ്? ഈ വലതുപക്ഷത്തിൻ്റെ കോൺഗ്രസ് വോട്ട് ബാങ്കിലെ പ്രവർത്തകരിലെ നേതാക്കളിലെ വലതുപക്ഷത്തിൻ്റെ പ്രധാന ശത്രു CPM ആണ്. ഇനി നേരെ തിരിച്ച് CPMലെ പ്രശ്നം എന്താണ്? പാലക്കാട്ടേക്ക് നോക്കുമ്പോൾ പാലക്കാട്ട് അവരെന്താ ചെയ്തത്? അവരുടെ പ്രധാന ശത്രു BJP അല്ലാതാവുകയും കോൺഗ്രസ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ കോൺഗ്രസും CPMും ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ എന്ന നിലയിൽ അവർക്കിടയിലുള്ള ഐഡിയോളജിക്കൽ സാമ്യങ്ങൾ അവരുടെ നേതാക്കളും പ്രവർത്തകരും വോട്ട് ബാങ്കും തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലാത്തൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ യഥാർത്ഥത്തിലെ ഗുണഭോക്താവാരായിരിക്കും? അത് BJP ആയിരിക്കും. ഇന്ന് അവർക്ക് തിരിച്ചടി നേരിട്ടുണ്ടാകാം. പാലക്കാട്ട് അവർക്ക് തിരിച്ചടി നേരിടുമ്പോൾ ചേലക്കരയിൽ അവർക്ക് ഗുണമാവുകയാണ് ചെയ്തത്. അപ്പോൾ തങ്ങളുടെ ഐഡിയോളജി എന്താണെന്നും തങ്ങളുടെ മുഖ്യ ശത്രു ആരാണെന്നും ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണ് തങ്ങൾക്ക് ആവശ്യമായ കണ്ടന്റ് സ്വീകരിക്കേണ്ടതെന്നും പാർട്ടി നേതാക്കൾ ആദ്യം പഠിക്കുക, എന്നിട്ട് അണികളെ പഠിപ്പിക്കുക. അത് കോൺഗ്രസിനോട് മാത്രമല്ല CPMനോട് കൂടിയാണ്. തങ്ങളുടെ മുഖ്യ ശത്രുവിനെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും മുഖ്യ ശത്രുവിനെ നിശ്ചയിക്കുന്നതിൽ ജാഗ്രത കാണിക്കേണ്ട രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യെസ്, അപ്പോൾ ചേലക്കരയിൽ 12,000 വോട്ട് കൊണ്ട് വിജയിച്ചു കടന്നുകൂടി എന്നതുകൊണ്ട് തിരുത്താൻ സർക്കാരിലും പാർട്ടിയിലും മുന്നണിയിലും ബാക്കിയൊന്നുമില്ല എന്ന ഓവർ കോൺഫിഡൻസ് LDF എടുക്കുകയാണെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരും തന്നെ മനസ്സിലാക്കണം. കണക്കുകളും പറഞ്ഞു തരുന്നത് തന്നെയാണ്.